മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തെളിവുകൾ നിരവധിയുണ്ട്. നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചി സ്മാർട്ട് സിറ്റിയിൽ കെട്ടിട നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ ഒരു മരണം. മരിച്ചത് ബീഹാർ സ്വദേശി. അപകടം കൂറ്റൻ ഇരുമ്പ് ഫ്രെയിം തകർന്ന് 6 പേർ ചികിത്സയിൽ. പാലക്കാട് കൊട്ടേക്കാട് ഒറ്റയാന്റെ ആക്രമണം. വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാലക്കാട് ഒലവക്കോട് ആസിഡ് ആക്രമണം. യുവതി ആക്രമിച്ചത് മുൻ ഭർത്താവ്. കടുത്ത ചൂടിൽ വലഞ്ഞ് കേരളം. പാലക്കാട് 39 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടും. കേരള തീരത്ത് കള്ളക്കടൽ മുന്നറിയിപ്പ് തുടരുന്നു. ബീച്ചിലേക്ക് സഞ്ചാരികൾക്ക് നിരോധനം. വിശദമായ വാർത്തകൾ നോക്കാം. കൊച്ചി സ്മാർട്ട് സിറ്റി കെട്ടിടത്തിന് പെയിന്റ് അടിക്കാൻ സ്ഥാപിച്ച ഫ്രെയിം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു. ബീഹാർ സ്വദേശി ഉത്തമാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇൻഫോ പാർക്ക് സ്മാർട്ട് സിറ്റിക്കുള്ളിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ഒരു കെട്ടിടത്തിൽ 21 നില കെട്ടിടത്തിന്റെ പണികൾ നടക്കുകയായിരുന്നു. ഏകദേശം അത് പൂർണ്ണമാകാൻ കുറച്ച് ദിവസങ്ങൾ കൂടിയായിരുന്നു ബാക്കി. അതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടം ഇവിടെ ഉണ്ടായത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കോവണി, അതിൽ കയറി നിന്നായിരുന്നു ഈ ജീവനക്കാർ ഈ പെയിന്റ് അടിക്കൽ പോലുള്ള അവസാനഘട്ട പണികൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലായിരുന്നു ഈ കോവണി നിർമ്മിച്ചിരിക്കുന്നത് സ്ക്രൂകൾ ഉപയോഗിച്ചാണ്. സ്ക്രൂകൾ കണക്ട് ചെയ്തിട്ടായിരുന്നു ഈ കോവണി നിർമ്മിച്ചുകൊണ്ടിരുന്നത്. ഇതിന്റെ സാധ്യത, അതായത് പോലീസ് പറയുന്നത് ഒന്നെങ്കിൽ ഈ കോവണിയുടെ അടി തെറ്റിയതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ക്രൂവിൽ ഉണ്ടായ സ്ക്രൂ പോകുന്ന ഒരു സാഹചര്യം. ഇങ്ങനെയാണ് ഈ കോവണി തകർന്നു വീഴാൻ സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ മുകളിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവ സമയത്ത് 5 പേരുണ്ടായിരുന്നു. അതിലൊന്ന് സൂപ്പർവൈസറായിരുന്നു. സൂപ്പർവൈസർ പുറത്തു നിന്ന് ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ബാക്കി 4 പേരും ഈ കോവണിയുടെ മുകളിലായിരുന്നു. അതിൽ ഈ കോവണി തകർന്നു വീഴുകയും പിന്നീട് ഇതിന്റെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം, ഈ 4 ജീവനക്കാരും ഇതിന്റെ കോവണിയുടെ അടിയിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് എത്തി ഈ കോവണി മുറിച്ച്, ഈ അകപ്പെട്ടവരെ മുറിച്ചാണ് പുറത്തേക്ക് കടത്തിയത്. അതിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതിൽ ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഈ സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. ഈ അശാസ്ത്രീയമായിട്ടുള്ളൊരു നിർമ്മാണമായിരിക്കും ഈ ഒരു കോവണി തകർന്ന് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് പോകാൻ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. ലുലു ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു കെട്ടിടമാണ് ഇത്. ഇതിന്റെ ഉള്ളിൽ IT സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. 21 നില കെട്ടിടമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അവസാനഘട്ട പണികളിലായിരുന്നു, അവസാനം പെയിന്റിംഗ് അടക്കമുള്ള പണികൾ മാത്രമായിരുന്നു പൂർത്തിയാക്കാനുണ്ടായിരുന്നത്. ഈ ബാക്കിയുള്ള ജീവനക്കാരും ഈ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും മറ്റൊരു ഭാഗത്ത് നിന്ന് അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ അപ്പോഴാണ് ഈ പുറത്ത് ഈ എൻട്രൻസ്, അതായത് തുടങ്ങുന്ന ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്ന പെയിന്റ് അടിക്കുന്നതിനിടയിലാണ് ഇത്ര വലിയൊരു അപകടമുണ്ടായി ഒരാളുടെ മരണത്തിലേക്ക് വരെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പാലക്കാട് ഒലവക്കോട് താണാവിൽ ആസിഡ് ആക്രമണം. താണാവിൽ ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബർഷീനയ്ക്ക് നേരെയായിരുന്നു ആക്രമണം. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. ബർഷീനയുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമിച്ചത്. കാജ ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൊള്ളലേറ്റ ബർഷീന പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. മുംബൈ സ്വദേശി ലോകേശ്വർ നാഥാണ് ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. മെഗാ ബോയ്സ് ബ്ലോക്കിലെ 6ാം നിലയിൽ നിന്ന് താഴോട്ട് ചാടുകയായിരുന്നു. 3ാം വർഷ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ് ലോകേശ്വർ. നിരവധി കേസുകളിൽ പ്രതിയായ വാഹനമോഷ്ടാവിനെ തൃശൂർ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടന്ന പ്രതിയെ ഒല്ലൂർ പോലീസ് തമിഴ്നാട്ടിലെത്തിയാണ് പിടികൂടിയത്. സോഡ ബാബുവെന്ന ബാബുവാണ് പിടിയിലായത്.
കൊല്ലത്ത് സുഹൃത്തിന്റെ മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയെ ചാത്തന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം പടക്കെ മൈലക്കാട് സ്വദേശി സോജൻ പീറ്ററാണ് പിടിയിലായത്. മർദ്ദിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൃശൂർ കോടന്നൂരിൽ യുവാവിനെ ഹോക്കി സ്റ്റിക്ക് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. വെങ്ങിണിശ്ശേരി ശിവപുരം സ്വദേശി മനുവാണ് കൊല്ലപ്പെട്ടത്. റോഡരികിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. സംഭവത്തിൽ ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ തളിപ്പറമ്പ് RTO ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികളുടെ പ്രതിഷേധം. പുതിയ സർക്കുലറിനെതിരെയാണ് പ്രതിഷേധം. പിൻവലിക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരുമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ പ്രതിനിധികൾ പറഞ്ഞു. ഇടുക്കി ഹൈറേഞ്ചിലെ കുട്ടനാടാണ് മുട്ടുകാട്. വിശാലമായ പാടശേഖരങ്ങൾ അവശേഷിക്കുന്ന ജില്ലയിലെ ചുരുക്കം പ്രദേശങ്ങളിലൊന്ന്. നെൽകൃഷിയുടെ പ്രൗഢിക്കൊപ്പം സൂര്യകാന്തി കൃഷിയും മുട്ടുകാടിന് പരിചയപ്പെടുത്തുകയാണ് കർഷകനായ ജിജു. ഇടുക്കിയിൽ പല കർഷകരും നെൽകൃഷി ഉപേക്ഷിച്ചപ്പോഴും പാടശേഖരങ്ങൾ നിലനിർത്തിയവരാണ് മുട്ടുകാട്ടുകാർ. കാലാവസ്ഥാ മാറ്റവും തൊഴിലാളിക്ഷാമവും പ്രതിസന്ധിയാകുമ്പോൾ ടൂറിസത്തെ കൂട്ടുപിടിച്ച് വെല്ലുവിളികളെ അതിജീവിക്കുകയാണിവർ. സംരംഭകനും കർഷകനുമായ ജിജോ സൂര്യകാന്തി കൃഷിയിലാണ് വിജയം കൈവരിച്ചിരിക്കുന്നത്. പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെയാണ് കൃഷി. മുട്ടുകാട്ടിലെ മുനിയറകളും പാടശേഖരവും ആസ്വദിക്കുന്നതിനോടൊപ്പം സൂര്യകാന്തി പാടശേഖരവും കാണാൻ നിരവധി ആളുകളാണ് എത്തുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് വ്യത്യസ്ത പയർവർഗ്ഗങ്ങൾ വിളയിച്ച് ശ്രദ്ധ നേടുകയാണ് പാലക്കാട് വല്ലപ്പുഴയിലെ യുവ കർഷകൻ സവാദ്. ഉഴുന്ന, ചെറുപയർ, എള്ള്, കുറ്റിപ്പയർ എന്നീ ഇനങ്ങളുടെ കൃഷിയിലാണ് ഈ യുവ കർഷകൻ പൊന്നു വിളയിക്കുന്നത്. പുതുതലമുറയ്ക്ക് പരിചിതമല്ലാത്ത വ്യത്യസ്ത ഇനങ്ങൾ കൃഷി ചെയ്യണമെന്ന മോഹത്തോടെയാണ് വല്ലപ്പുഴ ചെറുകോട് സ്വദേശി സവാദ് കൊച്ചു ഇത്തവണ ഉഴുന്ന്, ചെറുപയർ, എള്ള്, കുറ്റിപ്പയർ തുടങ്ങിയവ കൃഷി ഇറക്കിയത്. വല്ലപ്പുഴ 16-ാം വാർഡിലെ കൊയ്ത്തു കഴിഞ്ഞ പാടത്താണ് കൃഷി. വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായത്താൽ ഉഴുന്ന്, ചെറുപയർ എന്നീ ഇനങ്ങളുടെ വിത്ത് ലഭ്യമായി. എള്ള് വിത്തും ലഭിച്ചതോടെ കൃഷി ഇറക്കി. 2 മാസത്തെ പരിപാലനത്തിന് ശേഷം വിളവെടുത്തപ്പോൾ വിജയം 100 മേനി. എള്ള്, ഉഴുന്ന്, ചെറുപയർ, കുറ്റിപ്പയറാണ്. അപ്പോൾ നെല്ല് വിളവെടുത്ത പാടത്ത് നമ്മളൊന്ന് ട്രാക്ടർ കൊണ്ട് പൂട്ടിയിട്ട് ഇതൊക്കെ കൊണ്ട് വിതച്ചതാണ്. അപ്പോൾ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് ഉഴുന്നിൻ്റെയും ചെറുപയറിൻ്റെയൊക്കെ വിത്ത്. പിന്നെ കുറ്റിപ്പയറിൻ്റെ വിത്ത് നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ എള്ള് നമ്മളൊരു സുഹൃത്ത് കായംകുളം ഒണ്ണാട്ടുകര എള്ള് പറഞ്ഞിട്ട് അവിടുന്ന് അയച്ചു തന്നതാണ് കൊറിയറായിട്ട്. അപ്പോൾ എല്ലാം ഒന്ന് വിതച്ചു. എന്നാലും പാലക്കാട് ഒരു തുള്ളി വേനൽ മഴ പോലും കിട്ടിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയതാണ് നമുക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തെന്ന് മാത്രം. 1 ഏക്കർ പാടത്താണ് ഇവ കൃഷി ചെയ്തത്. എന്നും പുലർച്ചെയും വൈകുന്നേരവും വെൽഡിംഗ് ജോലിക്കിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിലുമാണ് കൃഷി പരിപാലനം. നെൽകൃഷി ചെയ്യാത്ത സമയങ്ങളിൽ പാടങ്ങളിൽ ചെണ്ടുമല്ലി കൃഷിയും സവാദ് നടത്താറുണ്ട്. കഴിഞ്ഞ വർഷത്തെ യുവ കർഷക അവാർഡും സവാദ് കൊച്ചുവിന് തേടിയെത്തി. വല്ലപ്പുഴ കൃഷിഭവന്റെ സഹായവും സവാദിന്റെ കൃഷിക്ക് ലഭിക്കുന്നുണ്ട്. ന്യൂസ് 18 പാലക്കാട്. സംസ്ഥാനത്ത് ചൂടിന് കുറവില്ല. ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. പാലക്കാട് ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെടും. സംസ്ഥാനത്ത് ഇന്നും കള്ളക്കടൽ മുന്നറിയിപ്പുണ്ട്. കേരള തീരത്ത്, തെക്കൻ തമിഴ്നാട് തീരത്തും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. വൈകിട്ട് 3:30 വരെ 1.5 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. ഇതുപോലെ കടുത്തൊരു വേനൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് കക്കാടംപൊയിലുകാർ പറയുന്നു. എല്ലാ കാർഷിക ഇനങ്ങൾക്കും വേനൽ നൽകുന്നത് സമാനതകളില്ലാത്ത നാശമാണ്.
കാലങ്ങളായി ഇവിടെ കാർഷിക വിളകൾ വിപണനം നടത്തുന്ന സുരേഷ് കുമാറിന്റെ വാക്കുകൾ കേൾക്കാം. സിബി അനുബോധിന്റെ റിപ്പോർട്ട്. കക്കാടംപൊയിൽ ചുട്ടുപൊള്ളുകയാണ്. 37 ഡിഗ്രി ചൂടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു കാലാവസ്ഥയിൽ വന്ന മാറ്റം ഇവിടുത്തെ കാർഷിക മേഖലയെ ഒന്നാകെ ബാധിച്ചിരിക്കുകയാണ്. കൃഷിക്കാർ മാത്രമല്ല, ഇവരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ചിരുന്ന ആളുകളും ഇത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നമ്മോടൊപ്പം ചേരുന്ന ശ്രീ സുരേഷാണ്. അദ്ദേഹം ഇവിടുത്തെ പ്രധാനമായിട്ടും വാഴ ശേഖരിച്ച് വിപണനം ചെയ്യുന്ന അദ്ദേഹമാണ്. ഈ ഒരു കാലാവസ്ഥയിലുണ്ടായ മാറ്റം എത്രമാത്രം നിങ്ങളെ ഈ വിപണനത്തെയൊക്കെ ബാധിച്ചിട്ടുണ്ട്? കായ് വളരെ മോശമാണ്. കായ്ക്ക് വെള്ളമില്ലാതെ വണ്ണം കുറഞ്ഞിട്ട് പറ്റേ സെക്കൻഡ് പോലും ആ രീതിയിലാണ് പോകുന്നത്. പിന്നെ വളരെ വില കുറവാണ്. വില കുറവെന്ന് പറഞ്ഞാൽ 19 രൂപ വരെ ആയിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ വില എടുത്തിട്ടുള്ള വില. അപ്പം ഇത് വിപണനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കായ്ക്ക് ക്വാളിറ്റി ഇല്ലാത്തതിന്റെ പേരിൽ വിപണനം ബുദ്ധിമുട്ടാണ്. ആളുകൾ വാങ്ങുന്നില്ല. ഇതേപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്? ഇല്ലല്ല, ഇതുപോലെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലത്തൊക്കെ അപേക്ഷിച്ച് പകുതിയായി. മറ്റേ ഉൽപാദനം കുറഞ്ഞു. ഈ കായ് മോശമായതിന്റെ പേരിൽ നമുക്ക് സാധനങ്ങൾ കർഷകരുടെ അടുത്തുനിന്ന് കുറവും വന്നിട്ടുണ്ട്. ഇതിനു മുമ്പൊക്കെ ഈ മഴക്കാലത്ത് വലിയ പ്രളയകാലത്തായിരുന്നു കൃഷിനാശം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോ ഒരാഴ്ച ഭയങ്കര കൂടുതലാണ്. പണ്ടൊക്കെ നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ പുതപ്പ് ഉപയോഗിച്ചിട്ട് രാത്രി കിടക്കേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അതൊക്കെ പോയി. ചൂട് കൂടിയിട്ടുണ്ട്. ഈ കക്കാടംപൊയിൽ സാധാരണ നമുക്കറിയാം എപ്പോഴും മഞ്ഞൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ ഒരു വലിയ ടൂറിസം അട്രാക്ഷനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത്രയും ചൂട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ മേഖലയിലുള്ളവരെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? മറ്റ് കൃഷി മേഖലയൊക്കെ എല്ലാ കൃഷിക്കും ഉണക്കുകൾ ബാധിക്കും. ജാതിയൊക്കെ ഉണങ്ങുന്നുണ്ട്. മറ്റുള്ള കൃഷി കാപ്പിക്കൊക്കെ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. എല്ലാ കൃഷിക്കും തന്നെ ഈ ഉണക്ക് ബാധിച്ചിട്ടുണ്ട്. വലിയൊരു പ്രതിസന്ധിയാണല്ലേ? അതെ അതെ അതെ. മുൻപൊന്നും നേരിടാത്ത പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം കേരളത്തിന്റെ എല്ലായിടത്തും വേനൽ കടുത്ത നാശം തീർക്കുന്നുണ്ട്. കക്കാടംപൊയിലും അതുതന്നെയാണ് അവസ്ഥ. കാരണം കക്കാടംപൊയിൽ എടുത്തു പറയുന്നത് സാധാരണ വേനൽക്കാലത്ത് പോലും കക്കാടംപൊയിൽ തണുപ്പുണ്ടാകുമായിരുന്നു, കുളിരുണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയും ചുട്ടുപൊള്ളുകയാണ്. അഖിലോട്ടുപാറയ്ക്കൊപ്പം സിബി അനുമോദ്, ന്യൂസ് 18. ഒരു വേനൽമഴ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ് മലപ്പുറം കോഴിക്കോട് അതിർത്തിയായ കക്കാടംപൊയിലിലെ വാഴ കർഷകർ. വെയിൽ വാടി വീഴുന്ന വാഴകളിലെ മൂക്കാത്ത കുലകൾ വെട്ടിവിൽക്കാൻ ശ്രമിക്കുകയാണ് അവരിപ്പോൾ. ലക്ഷങ്ങളുടെ നഷ്ടമാണിവിടെ ഓരോ കർഷകനും വേനൽ നൽകിയത്. സർക്കാരിന്റെ ഇൻഷുറൻസ് സംവിധാനം മാത്രമാണ് ഇനിയിപ്പോൾ നഷ്ടം കുറച്ചെങ്കിലും നികത്താൻ ഇവരുടെ ഏക പ്രതീക്ഷ. കണം സിബേനമോദിന്റെ റിപ്പോർട്ട്. ഞാൻ നിൽക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കക്കാടംപൊയിലാണ്. ഇവിടെ സാധാരണത്തേക്കാൾ ചൂട് വളരെ കൂടുതലാണിപ്പോൾ. മുൻപൊന്നും ഇത്ര ചൂട് അനുഭവപ്പെട്ടില്ല എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. അതിന്റെ അനന്തരഫലമായിട്ട് ഉണ്ടായത് ഈ മേഖലയിലെ കൃഷിയെല്ലാം കരിഞ്ഞുണങ്ങുന്ന ഒരു സാഹചര്യം. വാഴഗ്രാമം എന്നുകൂടി ഈ ഒരു നാട് അറിയപ്പെടുന്നുണ്ട്. കാരണം 500-ലേറെ ഏക്കറിൽ ഇവിടെ വാഴകൃഷി ചെയ്യുന്നുണ്ട്. ഈ വാഴകൃഷി ചെയ്യുന്നവരുടെ അവസ്ഥ ഈ വേനലിൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഞാൻ നിൽക്കുന്നത് ശ്രീ മോഹൻദാസ് എന്ന കർഷകന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ വാഴത്തോട്ടത്തിലാണ് നമ്മളുള്ളത്. ഈ വലിയ പ്രതീക്ഷയോടെ നട്ടുനനച്ച വാഴകളൊക്കെ തന്നെ ഈ കൊടിയ വേനലിൽ കരിഞ്ഞുണങ്ങുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ പല വാഴകളും വാടി വീണത് വെട്ടിമാറ്റുക, ഈ കായക്കുലകളൊന്നും ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറിയ സാഹചര്യമാണ് നമുക്കിവിടെ കാണാനാകുന്നത്. ഇത് ഇദ്ദേഹത്തിന്റെ മാത്രം അവസ്ഥയല്ല. ഈ മേഖലയിൽ കൃഷി ചെയ്യുന്ന വാഴ കർഷകരെല്ലാം തന്നെ ഈ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, ഈ ഒരു സാഹചര്യം മുൻപ് നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എൻ്റെ ഓർമ്മയിലില്ല. ഇത്രയും ചൂട് വന്നൊരു വർഷം ഉണ്ടായിട്ടില്ല. ഞാൻ 25 കൊല്ലത്തോളം കൃഷി ചെയ്യുന്നു, വാഴ കൃഷി തന്നെ. പക്ഷെ ഇന്ന് വരെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. സാധാരണ കാറ്റടിച്ച് വാഴയൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഉണക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. പിന്നെ ഇൻഷൂർ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് സമാധാനമാണ്. പക്ഷെ അത് 2 കൊല്ലമായിട്ട് ഡിലേ ആണ്. 21 പൈസയാണ് ഇപ്പോൾ വന്നത്. പൂർണ്ണമായിട്ട് കയറിയിട്ടില്ല. ഇവിടെ ഇപ്പൊ എത്ര ഏക്കറിലെ ചേട്ടൻ വാഴ നട്ടെ? എങ്ങനെയാണ് ഇവിടേക്ക് വെള്ളമൊക്കെ എത്തിക്കാനുള്ള? വെള്ളം ഞാൻ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറം നോസിട്ടേക്കുന്നത്. മോട്ടർ അടിക്കുകയാണ്. പമ്പ് ഹൗസ് ഉണ്ട്, കടന്ന് വെള്ളം അടിക്കുന്നു. പക്ഷേ വെള്ളം അടിച്ചാലും വെള്ളം നിന്നും ഇപ്പൊ 2 ദിവസം കൂടുമ്പോൾ കിട്ടുന്നത്. അത് 10-100 വാഴയ്ക്ക് പിടിച്ചെനിക്കാൻ കിട്ടും. അത്രേ ഉള്ളൂ. ഇത് 2500 വാഴ. 2500 വാഴ. അപ്പൊ എനിക്ക് മാക്സിമം 700 കൊല വെട്ടിക്കുണ്ടാവും. 700 കൊല കിട്ടിയിട്ടുണ്ടാവില്ല. അതിന്റെ ഇരട്ടിയോളം ഇവിടെ പോയി കഴിഞ്ഞു. ഇനിയിപ്പോ അതിന് മാത്രം കൊല ഇല്ലല്ലോ നിൽക്കുന്നേ. ഇത് ഈ വാഴ വാടി വീഴണം എന്തെങ്ങനെ? ഇത് വെള്ളം പിന്നെ മഴ ഇപ്പൊ ഈ സമയത്ത് നോക്കി വാഴയില്ലേ, ഇത് ചുങ്ങി പോവാ, വെള്ളം വലിഞ്ഞു പോവാ. പിണ്ടി അങ്ങോട്ട് ഉണങ്ങി കഴിഞ്ഞാല് കൊലയിട്ട് വീഴും. പിണ്ടി ഉണങ്ങിയാൽ തന്നെ കൊല നന്നാവില്ല. കാരണം വെള്ളം വലിക്കണമല്ലോ, അത് നടക്കില്ല. അപ്പം വാഴ ഓട്ടോമാറ്റിക് ഒടിഞ്ഞോട്ട് വീഴും.
അപ്പൊ ഈ കൊലയുള്ള വാഴയാണെങ്കിൽ മൂക്കാതെ വീഴും അല്ലേ? മൂക്കാണ്ട് വീഴും. ഇതിപ്പോ ഈ വാഴ ഉണ്ടോ, ആ വള്ളിയാണ് നിൽക്കുന്നത്. അത് എപ്പം വേണമെങ്കിലും നിലമ്പത്ത് അത് ഉണങ്ങി നിൽക്കുന്ന വാഴ അത്. അതിന്റെ കുഞ്ചി അങ്ങ് ഉണങ്ങി കഴിഞ്ഞാൽ അന്നേരം താഴോട്ട് വീണു. ഇതിപ്പോ നല്ല രീതിയിൽ വിളവ് കിട്ടുകയാണെങ്കിൽ ഒരു കൊലയ്ക്ക് എത്ര രൂപ വെച്ച് കിട്ടി? ഇതിപ്പോ ഞാൻ പറയാം, എനിക്കിവിടെ ആവറേജ് 20 കിലോ കുറഞ്ഞ പോലെ ഇല്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം അതൊന്നും നടക്കുന്ന സ്ഥിതിയല്ല. പകുതിയിലേറെ വാഴ ഇപ്പൊ തന്നെ പോയി കഴിഞ്ഞു. ഇനി എത്ര കിട്ടുമെന്ന് പറയാൻ കഴിയല്ല. ഇപ്പൊ ഈ വാടി വീണ വാഴക്കൊലയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഒന്നിനും പറ്റില്ല. അത് കടക്കാർ എടുക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം സുരേഷിന്റെ കടയിൽ നിന്ന് തൂക്കിക്കൊണ്ട സമയത്ത് വണ്ടിക്കാരൻ പറഞ്ഞു അത് കൊല വെക്കരുതെന്ന് പറഞ്ഞു. കാരണം അത് വലിപ്പമില്ല, മൂപ്പ് കമ്മിയാണ്, പറ്റൂലെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒടിഞ്ഞ് കൊല വരുമ്പം കച്ചവടം എടുക്കുകയല്ല. കാരണം ഇത് കണ്ടമാനം തള്ളു വരുക. അപ്പോൾ അവര് നല്ലത് നോക്കി എടുക്കുള്ളൂ. കർഷകന് ഇത് കിട്ടപ്പോരൊന്നുമില്ല. വലിയ നഷ്ടത്തിലേക്കാണ്. നഷ്ടത്തിലാണ്. ഇപ്പം തന്നെ എനിക്ക് എന്റെ കണക്കിൽ 2.5 ലക്ഷം റുപ്യ നമ്മൾ നഷ്ടമുണ്ട്. ഈ ഇപ്പൊ വെട്ടി കഴിഞ്ഞപ്പോൾ ഇനി കുറഞ്ഞ വാഴയേ ഉള്ളൂ. 4 ലക്ഷം റുപ്യന്റെ മുകളിൽ മുടക്കാം. അതിന് എത്ര കിട്ടുമെന്ന് അറിയില്ല. ഇൻഷുറൻസ് പൈസ എല്ലാം കിട്ടിയാലേ ഉള്ളൂ. ഇടയ്ക്ക് മഴ കിട്ടിയിരുന്നെങ്കിൽ ഒരു മഴ എങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ വെള്ളം ഉണ്ടായേനെ. ഈ നനം നിന്നാൻ അന്തരീക്ഷത്തിൽ തണുപ്പ് നിൽക്കുമല്ലോ. ഇവിടെ അത് നിൽക്കുന്നില്ല. കക്കാടംപൊഴി എന്നൊക്കെ പറഞ്ഞ എല്ലാവരും ഓർമ്മയിൽ നല്ല മഞ്ഞ് നിറഞ്ഞ മലബാറിന്റെ ഊട്ടി എന്ന് അറിയപ്പെട്ടിരുന്നേ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, സ്ഥിതി മാറി. കാലാവസ്ഥ വാഴ കൃഷിക്ക് നല്ല അനുയോജ്യമായിരുന്നു അല്ലേ? പക്ഷെ ഈ വർഷം ഈ ചൂട് ഭയങ്കര എല്ലാവർക്കും, എനിക്കെന്നല്ല, ഇവിടെ കൃഷി ചെയ്ത ഭൂരിപക്ഷം ആൾക്കാരുടെ സ്ഥിതി തന്നെ. 99% പേരും കൃഷി പൊടിഞ്ഞിരിക്കുകയാണ്. കൃഷി വകുപ്പിനെ അറിയിച്ചോ ഈ ഒരു സാഹചര്യം? അവർ വന്ന് നോക്കി. അവര് കഴിഞ്ഞ ദിവസം കൃഷി ഓഫീസർ വന്നു, ജില്ലാ ഓഫീസർ വന്നു, ADM ഒക്കെ വന്ന് നോക്കിയിട്ട് അവർ ഫോട്ടോ ഒക്കെ അവര് മാക്സിമം ചെയ്യുന്നുണ്ട് കേട്ടോ. അവർക്ക് ചെയ്യാമെന്ന് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സർക്കാർ നമുക്ക് ക്യാഷ് കിട്ടിയാൽ മാത്രമേ നമുക്ക് അടുത്ത കൃഷി ഇറക്കാൻ കഴിയുള്ളൂ. ഇൻഷുറൻസ് എത്ര കിട്ടുക സാധനം ഒരു വാഴയ്ക്ക്? ഒരു വാഴയ്ക്ക് കൊലച്ച വാഴയ്ക്ക് 300 രൂപ കിട്ടും. അപ്പൊ അത് കിട്ടിയാലേ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. കിട്ടിയാലും നഷ്ടം നികത്താൻ പറ്റുമോ? കഴിയോ? ഇല്ല. ഞാൻ പറഞ്ഞ 4 ലക്ഷം റുപ്യന്റെ മുകളിൽ ഇപ്പം നിലവിൽ നമുക്ക് മുടക്കുണ്ട്. പിന്നെ ഈ പണിക്കൂലിയും കാര്യങ്ങളും, ഇനി കൊല വെട്ടി വണ്ടിക്കൂലി എല്ലാം അത് വേറെയും വരും. പകുതിയെങ്കിലും കിട്ടിയാൽ പകുതി കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ചേക്കാം. അടുത്ത നാൾ കൃഷി ഇറക്കാൻ കഴിയും. നമുക്ക് വേറെ ഫീൽഡിലെ നമുക്ക് ശരിയല്ല, വാഴകൃഷിയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഒരു മഴ പെയ്താലെങ്കിലും അത് ഇല്ല. ഇനി ഒരു മഴ പെയ്ത് മൊത്തം ഒടിഞ്ഞു പോകും. കാരണം ഈ വാഴ ഇങ്ങനെ വാടി നിൽക്കുമല്ലേ, മഴ കിട്ടിയാൽ ഇത് വെള്ളം ആർത്തിയോടെ വലിച്ചു കുടിക്കും. അതുകൂടി ഈ തണ്ട് ഒടിഞ്ഞ് വീഴും. അതാണ് വാഴേന്റെ സിസ്റ്റം. മറ്റുള്ള ഇതുപോലെയല്ല, വാഴ പെട്ടെന്ന് ഒടിഞ്ഞു വീഴും. കാരണം വാടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വലിക്കും. വെള്ളം വലിച്ചാൽ പെട്ടെന്ന് ഒടിഞ്ഞു വീഴും. ചുരുക്കം പറഞ്ഞാല് നമുക്ക് ഇനി ഇൻഷുറൻസിൽ മാത്രമാണ് പ്രതീക്ഷ. അതെ, അത് കിട്ടിയാൽ മാത്രമേ പിടിച്ചിരിക്കാൻ കഴിയൂ. അപ്പൊ എന്റെ മാത്രമല്ലോട്ടോ, എല്ലാ വാഴകൃഷിക്കാരുടെ അവസ്ഥ തന്നെയാ. തീർച്ചയായും അതാണ് ശ്രീ മോഹൻദാസിന് പറയാനുള്ളത്. കക്കാടംപൊയില് ഈ മലബാറിലെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല മഞ്ഞ് എപ്പോഴും നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു. കാലാവസ്ഥ അത്രയും സുഖകരമായ ഒരു മേഖലയായിരുന്നു കക്കാടംപൊയിൽ. അവിടുത്തെ ഒരു കർഷകന്റെ അവരുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. വലിയ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത, ലക്ഷങ്ങൾ മുടക്കി കൃഷി ചെയ്ത വാഴകൃഷി ഇദ്ദേഹത്തിന് ഒരു വിഷമമുണ്ടാക്കുന്ന സാഹചര്യം, കണ്ണീരായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ മഴ കിട്ടിയിട്ടും കാര്യമില്ല. ഇനി സർക്കാർ ഇവർക്ക് നൽകുന്ന ഇൻഷുറൻസിൽ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷ. ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, ഇദ്ദേഹത്തെ പോലെ കൃഷി ചെയ്യുന്ന നിരവധി കർഷകരുടെ ഏക പ്രതീക്ഷ അത് മാത്രമാണ്. സർക്കാർ ഇടപെടും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോഴിവർക്കുള്ളത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. ഇടവേള. അക്ഷയ തൃതീയ നാൾ മാത്യു കുഴൽനാടൻ അവകാശപ്പെട്ട ഒരു കേസ് കൂടിയാണ് ഇത് എന്നുള്ളതാണ്. ആ തെളിവുകൾ ഹാജരാക്കിയിരുന്നു, നിരവധി തെളിവുകൾ ഹാജരാക്കിയിരുന്നു. പക്ഷെ അതൊന്നും നേരത്തെ പറഞ്ഞതുപോലെ മാത്യു കുഴൽനാടന് കോടതിയെ ബോധിപ്പിക്കാനായില്ല എന്ന് വേണം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്യു കുഴൽനാടൻ ഈ വിഷയത്തിൽ പരാജയപ്പെട്ട പശ്ചാത്തലം വരെ തുടർന്ന് മാസപ്പടി കേസിൽ അന്വേഷണമില്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ തീരുമാനമായി വന്നിരിക്കുന്നത്. ഈ തെളിവുകളുടെ കാര്യത്തിൽ കുഴൽനാടൻ പലപ്പോഴും വാർത്താ സമ്മേളനങ്ങളിൽ ശക്തമായ തെളിവുകളുണ്ട് എന്ന 10 മാസമായിട്ടും നവീകരണം പൂർത്തിയാകാത്ത റോഡിലൂടെ ദുരിതയാത്ര നടത്തുകയാണ് പാലക്കാട് കൂറ്റനാട് പെരിങ്ങോട് നിവാസികൾ. 4.5 കോടി മുടക്കി 3.5 കിലോമീറ്റർ റോഡ് നവീകരണമാണ് ഇഴയുന്നത്. ഏറെക്കാലമായി തകർന്നു കിടക്കുകയായിരുന്നു കൂറ്റനാട് പെരിങ്ങോട് റോഡ്. കഴിഞ്ഞ ജൂലൈയിലാണ് നവീകരണം തുടങ്ങിയത്. പാത നവീകരിക്കാൻ 2 ഘട്ടങ്ങളിലായി 4.5 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. 10 മാസം പിന്നിടുമ്പോഴും 60% പ്രവൃത്തികൾ പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. നവീകരണത്തിന്റെ ഭാഗമായി പാതയിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ പോകുമ്പോഴുള്ള പൊടിശല്യവും രൂക്ഷമാണ്.
പൊതുജനങ്ങൾക്ക് ഇതുവഴി യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വർക്ക് വളരെ ശോചനീയാവസ്ഥയിൽ വളരെ മെല്ലെ ഒച്ച അയുന്ന പോലെയാണ് ഇതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോവിലാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് പോകാനും ഇല്ലെങ്കിൽ ഇതുവഴി യാത്ര ചെയ്യാനും നാഗലശ്ശേരി പഞ്ചായത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് കൂറ്റനാട് പെരിങ്ങോട് റോഡ്. കേവലം 3.5 കിലോമീറ്ററുള്ള ഈ റോഡിൻ്റെ നീളം. ഈ റോഡ് ഇത്രയും കാലങ്ങളായിട്ട് 10 മാസത്തോളമായിട്ട് ഇതിൻ്റെ പണി എവിടെയും എത്തിയിട്ടില്ല. പാതയിൽ 7 ഓവുപാലങ്ങളും ഒരു വലിയ പാലവുമാണുള്ളത്. എന്നാൽ 5 ഓവുപാലങ്ങളുടെ നിർമ്മാണം മാത്രമാണ് ഭാഗികമായെങ്കിലും പൂർത്തിയായിട്ടുള്ളത്. മഴക്കാലം ആരംഭിച്ചാൽ ചെളി നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ഏറെ ദുസ്സഹമാകും. എത്രയും പെട്ടെന്ന് റോഡ് നവീകരണം പൂർത്തിയാക്കി യാത്രാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. പാലക്കാട് കൊട്ടേക്കാട് ഒറ്റയാന്റെ പരാക്രമം. പ്രദേശത്ത് 100-ലധികം വാഴകൾ നശിപ്പിച്ചു. PT5 എന്ന കൊമ്പനാണ് കൊട്ടേക്കാട് ഇറങ്ങിയത്. കഴിഞ്ഞ 2 മാസമായി പ്രദേശത്ത് PT5ന്റെ സാന്നിധ്യമുണ്ട്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എക്സ്റേ മെഷീൻ തകരാറാകുന്നത് രോഗികളെ വലയ്ക്കുന്നു. എക്സ്റേ എടുക്കുന്നതിന്റെ രോഗികൾ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തകരാർ ഉടൻ പരിഹരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. കൊയിലാണ്ടി പുറം കടലിൽ നിന്ന് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത ഉരു കൊച്ചിയിലെത്തിച്ചു. ഉരുവിൽ കന്യാകുമാരി സ്വദേശികളായ 6 മത്സ്യത്തൊഴിലാളികളുണ്ട്. കോസ്റ്റ് ഗാർഡ് ഇവരെ ചോദ്യം ചെയ്തു. ഇന്ധനം തീർന്നതിനാൽ കപ്പലിൽ കെട്ടിവലിച്ചാണ് ഉരു എത്തിച്ചത്. കൊയിലാണ്ടിയിൽ നിന്നും 20 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇറാനിയൻ ഉരു കണ്ടെത്തിയത്. അതേസമയം ഏപ്രിൽ 13-ന് ഇറാൻ പിടിച്ചെടുത്ത ഇസ്രായേൽ കപ്പലിലെ എല്ലാ ജീവനക്കാരെയും വിട്ടയച്ചതായി ഇറാൻ അറിയിച്ചു. മലയാളികൾ ഉൾപ്പെടെ 25 ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. പാലക്കാട് തിരുമിറ്റക്കോട് പള്ളിപ്പാടത്തെ മണ്ണ് ഖനനം നിർത്തിവെക്കാൻ ഉത്തരവ്. ജിയോളജി വകുപ്പാണ് നിർദ്ദേശം നൽകിയത്. മണ്ണെടുപ്പിനെതിരെ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഏതു സമയവും ജനവാസ മേഖലയിലേക്ക് വീഴുന്ന തരത്തിൽ കുന്നിൻ മുകളിൽ പാറകളുണ്ട്. ഇതുമൂലം ആശങ്കയിലാണ് നാട്ടുകാർ. പാലക്കാട് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം കിട്ടാനില്ല. ഇതോടെ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു തുടങ്ങി. മരുതൂർ, പൂവക്കോട് മേഖലകളിലാണ് ജലക്ഷാമമുള്ളത്. പുഴകളും ജലസ്രോതസ്സുകളും വറ്റി വരണ്ടതും കുടിവെള്ള ലഭ്യത കുറയാൻ കാരണമായിട്ടുണ്ട്. ദിവസം 30,000 ലിറ്റർ വെള്ളം ലോറിയിൽ വിതരണം ചെയ്യുന്നുണ്ട്. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലെല്ലാം ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ വേനലായതിനു ശേഷം കുടിവെള്ളക്ഷാമം അനുഭവിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഭരണസമിതി കൂടി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കുടിവെള്ളം വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വാർഡ് തലത്തിൽ നിന്ന് മെമ്പർമാരുടെ അഭിപ്രായം ആരായുകയും അത് ആരായുന്നതിൻ്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഇപ്പോൾ 1 മുതൽ കുടിവെള്ള വിതരണം, ശുദ്ധജല കുടിവെള്ള വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിലെ 22 വാർഡുകളിലും വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് പരിഹരിക്കുക ഒരു പരിധിവരെ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 ലക്ഷം രൂപ മുതൽ മുടക്കി എല്ലാ പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭരണസമിതി തയ്യാറെടുപ്പ് നടത്തിയത്. പതിറ്റാണ്ടുകൾ നീണ്ട സേവനത്തിന് ശേഷം ഇടുക്കി ICDCസിൽ വിരമിക്കുന്ന അംഗൻവാടി ജീവനക്കാർക്ക് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. യാത്രയയപ്പ് സമ്മേളനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന ജീവനക്കാർക്ക് ഉപഹാരം നൽകി. 2.5 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം പാലക്കാട് കൂമ്പൻകല്ല് അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന രാധ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകി. കരിമ്പുള്ളിയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം മുഹമ്മദ് മൂസിനി MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ രോഹിത് അധ്യക്ഷനായി. തൊഴിലുറപ്പിനിടയിൽ മുന്തിരി കൃഷിയിലും 100 മേനി വിളയിക്കാനൊരുങ്ങുകയാണ് കണ്ണൂർ ഉളിക്കൽ നുച്ചിയാട്ടെ നസീമ. ജോലിയുടെ ഇടവേളകളിൽ വീട്ടുമുറ്റത്ത് പച്ചക്കറികൾക്കൊപ്പം നട്ടുവളർത്തിയ മുന്തിരിച്ചെടി ഇപ്പോൾ വളർന്ന് വിളവെടുക്കാനായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. 5 സെന്റ് മാത്രമുള്ള വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന മുന്തിരിക്കുലകൾ വേറിട്ട കാഴ്ചയാണ്. 5 വർഷം മുൻപ് കടയിൽ നിന്നും വാങ്ങിയ മുന്തിരിയുടെ കുരുവാണ് ഒരു കൗതുകത്തിന് പാകിയത്.
അവയിൽ 2 എണ്ണം മുളയിട്ടു. 1 വർഷം കൊണ്ട് മുന്തിരിവള്ളി പടർന്ന് പന്തലിച്ചെങ്കിലും കായ്ച്ചില്ല. മുന്തിരി കൃഷിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. കായ്ക്കുന്നത് എന്തുകൊണ്ടാണ് കായ്ക്കാത്തതെന്ന് ഞങ്ങൾ ഇങ്ങനെ നോക്കി. കാരണം നല്ല കരുത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫോണിൽ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ആരോഗ്യശേഷിയുള്ള തണ്ടുകളും ഇലകളൊക്കെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ പുതിയ തളുപ്പ് വരുമ്പോൾ അതിനോട് കൂടിയാണ് യൂട്യൂബ് നോക്കി പഠിച്ചു. അങ്ങനെ ഇപ്പം 3 വർഷമായി ഇതിൻ്റെ മേലെ കായ്ക്കുന്നു. ഇക്കൊല്ലം നല്ലോണം കായ്ച്ചു, നിറച്ചും കായ്ച്ചു, പിന്നെ പഴുക്കാനും തുടങ്ങി. മഴ നിന്ന ആ സമയത്ത് ഡിസംബറിൽ മഴ അങ്ങ് മാറുമല്ലോ, ആ ഒരു ടൈമിന് നമ്മളിത് എല്ലാം നല്ല കട്ട് ചെയ്തെല്ലാം ക്ലിയറായി കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ആ തളുപ്പോട് കൂടിയ ഇത് പൂക്കുന്നത്. കൃത്യമായ പരിപാലനം ലഭിച്ചതോടെ മുന്തിരിവള്ളികൾ കായ്ക്കാൻ തുടങ്ങി. 3 വർഷമായി നസീമയുടെ വീട്ടുമുറ്റത്തെ ഈ മുന്തിരിവള്ളികൾ നിറയെ കായ്ഫലം നൽകുന്നുണ്ട്. വിൽക്കാൻ മാത്രമില്ലെങ്കിലും അയൽവാസികൾക്കും ബന്ധുക്കൾക്കുമൊക്കെ നസീമ മുന്തിരി വിതരണം ചെയ്യുന്നുമുണ്ട്. മുന്തിരി പടർന്നു പന്തലിക്കാൻ വീട്ടുമുറ്റത്ത് ഇരുമ്പു കമ്പികൾ കൊണ്ട് പന്തലും ഒരുക്കിയിട്ടുണ്ട്. രാസവളം ഉപയോഗിക്കാതെയാണ് മുന്തിരിവള്ളി പരിപാലിക്കുന്നത്. കടലപ്പിണ്ണാക്കും ചാണകപ്പൊടിയുമാണ് വളമായി ഉപയോഗിക്കുന്നത്. മുന്തിരി കൂടാതെ മറ്റ് വിവിധതരം പഴങ്ങളും പച്ചക്കറികളും നസീമ കൃഷി ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 ആലക്കോട്. പൂർണ്ണമാകുന്നു സകലമാന കേരളം. നമസ്കാരം. വിനോദ്,